അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂചലനം എന്ന വാർത്ത വരുന്നു. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലും അഫ്ഗാനിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വർഷ ഇപ്പോൾ നമ്മൾക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. വർഷ, എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? തുടർചലനങ്ങൾ ഉണ്ടാകുന്നു അല്ലേ അഫ്ഗാനിൽ? ശരിയാണ് ശരത്, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു തുടർചലനം തന്നെ നടക്കുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് റിക്ടർ സ്കെയിലിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ കണക്കനുസരിച്ച് ഈ ഭൂകമ്പത്തിന്റെ ആഴം 10 കിലോമീറ്റർ ആണ്. ബുധനാഴ്ച പുലർച്ചെ കൃത്യമായ സമയം പറയുകയാണെങ്കിൽ 4:17 ഈ ഒരു ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. രാജ്യത്ത് 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ ഭൂചലനമാണ് ഇത്. എന്നാൽ കൃത്യമായ രീതിയിൽ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ എത്രത്തോളം മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഫൈസാബാദിൽ തിങ്കളാഴ്ചയും ഒരു ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു. അത് റിക്ടർ സ്കെയിലിൽ ഏകദേശം 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരവും ഈ പ്രദേശത്ത് കൃത്യമായ രീതിയിൽ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ഈ ഭൂചലനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ വളരെ രൂക്ഷമാണ്. വളരെ വലിയ രീതിയിൽ കെട്ടിടങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്. വർഷ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂചലനത്തിൻ്റെതായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. എത്രമാത്രം നാശനഷ്ടം എന്നതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത്തരം വിവരങ്ങൾ വന്ന പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ വർഷ പങ്കുവച്ചത്. ഓക്കെ, താങ്ക് യു.